ഇപ്പൊ മിക്ക ആളുകൾക്കും ഒരു 50+ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാലുവേദന, കാലിന്റെ മുട്ടിന് വേദന, അത്ര പ്രായമൊന്നും ആകണ്ട, അതിൽ താഴെ മുതൽ ഒരു 30 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും വേദനകൾ അങ്ങ് തുടങ്ങുവാണ്. ഈ ജീവിതശൈലി രോഗങ്ങളും എല്ലാം ആരംഭിക്കും. അതിന് ആളുകൾ വെറുതെ വീടിനകത്ത് കഴിഞ്ഞു വിടുവാനേ, മാക്സിമം കലോറി കൂടിയ ഫുഡും കഴിക്കും. ഭക്ഷണം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ എന്താ ചെയ്യണത്? നമ്മുടെ പഴയ രീതിയിൽ നിന്ന് എല്ലാ ആളുകളും മാറിക്കഴിഞ്ഞു. അത് ശരിയാ. ഇപ്പൊ ഈ കലോറി കൂടിയ ഫുഡുകളാണ് കഴിക്കണേ. ആരുടെ അടുത്ത് നോക്കിയാലും ബിരിയാണി, ചിക്കൻ, ഇങ്ങനെയുള്ള സാധനങ്ങൾ കലോറി കൂടിയതാണ് ആൾക്കാർ കഴിക്കുന്നത്. ഒരു കല്യാണത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ പ്രായമൊന്നും നോക്കിയിട്ടല്ല ആളുകൾ കഴിക്കുന്നത്. എല്ലാം പോരട്ടെ പോരട്ടെ എന്നിങ്ങനെ പറയുക, എന്നിട്ട് വെട്ടി വിഴുങ്ങുക. അത് രാവിലെ ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് വേറൊരു കല്യാണം, വൈകുന്നേരം റിസപ്ഷൻ. അപ്പോഴൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കുക, നമ്മൾ കണ്ട അന്തം വിട്ടു പോകും. എന്താണ് ഈ ആളുകൾക്ക് ഇങ്ങനെ ചിന്തിക്കുന്നത്? പക്ഷെ ഭക്ഷണം കഴിക്കുന്നതിന് കുഴപ്പമില്ല, അതിനനുസരിച്ച് നമ്മൾ വ്യായാമം കൂടെ ചെയ്യണം. നമ്മള് ഈ ജീവിതശൈലി രോഗങ്ങളായ ഈ ഷുഗർ, പ്രഷർ അങ്ങനെയുള്ളതൊക്കെ വരാതിരിക്കണമെങ്കിൽ എല്ലാ ദിവസവും കൃത്യമായിട്ട് വ്യായാമം ചെയ്യണം. പക്ഷെ ഈ ആളുകൾക്ക് ഏറ്റവും ഒട്ടും ഇല്ലാത്തത് ഇപ്പൊ ഈ വ്യായാമമാണ്. ഓരോ ആൾക്കാർ ഇപ്പൊ ചിലരും പണിയെടുക്കുന്ന പറയണം, പക്ഷെ പണിയെടുത്തുകൊണ്ട് വ്യായാമാവില്ല. ഇഷ്ടംപോലെ അടുക്കളപ്പണി ചെയ്യണ്ടെന്നാ സ്ത്രീകൾ പറയണം, പക്ഷെ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞത് പണ്ട് കാലത്തെ സ്ത്രീകൾ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ അമ്മിക്കല്ലിൽ അരയ്ക്കും, തുണി അലക്കും, വെള്ളം കോരും. ഇപ്പൊ ഇതൊന്നുമില്ല. എല്ലാ ആധുനികതയിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ഇതൊന്നുമില്ല. അപ്പൊ അതിന് പകരം അത് പകരമാണ് ജിമ്മ് ഉണ്ടായിരിക്കുന്നത്. പക്ഷെ അവിടെ പോയി എത്ര പേർക്ക് കഴിയും? പക്ഷെ അത്യാവശ്യം വീടുകളിൽ ചെയ്യാവുന്ന പല വ്യായാമങ്ങളുണ്ട്. അന്നൊക്കെ ഈ ഷുഗർ ഒന്നും ഇല്ലാത്തതിന്റെ കാരണം അതാ. നമ്മളിങ്ങനെ അമ്മയിലായിരിക്കും വെള്ളം കോരുമൊക്കെ ചെയ്യുമ്പോഴും ഇവിടെ പിറ്റ്യൂട്ടറി ഇവിടെയൊക്കെ നല്ലോണം വ്യായാമം വരും. അപ്പൊ ഇപ്പൊ അതിന് പകരം ഇപ്പൊ പലരും ഈ വ്യായാമത്തിന്റെ ഒക്കെ പ്രധാനപ്പെട്ട കേസ് ഇതൊക്കെയാണ്. അപ്പൊ ഈ അമ്മയിലായിരിക്കും വേറെയൊക്കെയാണ്. അതുപോലെ കൈ പൊക്കിയെടുക്കുന്നതും വെള്ളം കോരണതും തുണി അലക്കണതും മുറ്റം കുനിഞ്ഞ് അടിക്കുന്നതും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങളാണ്. പക്ഷെ ഇതൊന്നും ആരും ചെയ്യുന്നില്ല. പക്ഷെ ഈ ജീവിതശൈലി രോഗം ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റും. നമുക്ക് മാക്സിമം ഒരു 8 മണിക്കൂർ ഉറങ്ങാൻ പറ്റുവാണെങ്കിൽ ഉറങ്ങുക, ഇല്ലെങ്കിൽ മിനിമം ഒരു 6 മണിക്കൂർ ഉറങ്ങുക. കൃത്യസമയത്ത് ഉറങ്ങുക, കൃത്യസമയത്ത് ഉണരുക എന്നുള്ള ശീലം നമ്മള് ഒരാളുടെ ഇതിനകത്ത് വായിച്ചു. 10 മണിക്ക് കിടന്നിട്ട് 3 മണിക്ക് ദിവസത്തെ 3 തിരിച്ചിട്ട് അല്ലേ? ഞാൻ വായിച്ചത് ആ ഒരു മെത്തേഡിലേക്ക്. ഒന്നാമത് രാവിലെ പുലർകാലം ഉണരുക എന്നുള്ളത് ഏറ്റവും ജീവിതത്തിന്റെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നട്ട പാതിര വരെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കും. ഈ ഫോൺ നോക്കിയാൽ തന്നെ മനുഷ്യന് ഉറക്കം വരില്ല. മൊബൈൽ ഫോൺ ഒരു 3 മണിക്കൂർ മുമ്പ് നമ്മൾ ഫോൺ ഓഫ് ചെയ്ത് വെക്കണം എന്നാ പറയണത്. മീഡിയകൾ ശരിക്കും മനുഷ്യന്റെ ജീവിത രീതിയെ സ്വാധീനിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് മാറ്റം വരുത്തിയില്ലെങ്കിൽ ജനത്തിന് ഇപ്പൊ കണ്ടില്ലേ, 9 വയസ്സാകുമ്പോഴേക്കും പ്രായപൂർത്തിയാകും, 40 വയസ്സാകുമ്പോഴത്തേക്കും വയസ്സാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു. പിന്നെ ഒരു കാര്യം, ഈ മൊബൈല് നമ്മൾ ഇങ്ങനെ ഇരുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കഴുത്തിന് വേദന വരും. ആൾക്കാർക്ക് കഴുത്തിന് വേദനയാന്ന് പറയും, മനസ്സിലാവില്ല. ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഒരു 10 പ്രാവശ്യം ഇങ്ങനെ നോക്കിയെങ്കിൽ ഇരട്ടി സമയം ഇങ്ങനെ നോക്കണം. അത് ഇങ്ങനെ നോക്കി 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 പിള്ളേരെ മുഴുവൻ കീഴിപ്പോട്ട് നോക്കി രാത്രി പകരം കൂടി. പിന്നെ ഓപ്പറേഷനൊക്കെ വേണ്ടി വരും ഇതിനൊക്കെ. വല്ലാത്തൊരു പ്രശ്നമാണ് ഇന്നത്തെ കാലത്ത്. തന്നെയല്ലാന്നേ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഓരോ കുടുംബത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ പൊതുസമൂഹത്തിന് ഇത് അറിയാൻ പാടില്ലാത്തതുകൊണ്ടല്ല, പക്ഷെ എല്ലാവർക്കും എല്ലാം അറിയാം, പക്ഷെ ഒന്നും പാലിക്കില്ല. മാതാപിതാക്കളാണ് ഇതൊക്കെ മാതൃകയാവേണ്ടത്. പക്ഷെ മാതാപിതാക്കൾ അതിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ പിന്നെ കുട്ടികളുടെ കാര്യം പറയണം. പിള്ളേര് ചെറുപ്പം മുതലേ അത് കണ്ടല്ലേ ശീലിക്കുന്നത്. എന്തൊക്കെയായാലും ഒരു ഏജ് ഒരു 50 കഴിഞ്ഞു കഴിഞ്ഞാൽ ശരി വ്യായാമം നിർബന്ധമാണ്. വ്യായാമം ചെറുപ്പം മുതൽ കുട്ടികൾക്കും വേണം. ഇന്നത്തെ കുട്ടികള് ചെരുപ്പ് പോലും അല്ല, കുട്ടികളുടെ കാര്യം നിലത്ത് ഓടിക്കാതെയാണല്ലോ വളർത്തുന്നത് തന്നെ. കുട്ടികൾ പണ്ട് ഇങ്ങനെ ഓടി കളിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് നടന്ന കാലത്ത് പിള്ളേർക്ക് അസുഖമില്ലായിരുന്നു. ഇപ്പൊ കുഞ്ഞു പിള്ളേർക്ക് പോലും ഷുഗർ. അതിനകത്ത് പ്രധാനപ്പെട്ട വീടുകളിലെ കാരണന്മാരും വയസ്സായവർ തന്നെ കുട്ടികളോട് പറഞ്ഞ ഓടല്ലേ അനങ്ങല്ലേ, ഒച്ചെടുക്കല്ലേ, ചിരിക്കല്ലേ. പ്രകൃതി തന്നെ കൊടുത്തേക്കണ ഒരു വരദാനം അത് പിള്ളേർക്ക്. ഫുഡ് ഇഷ്ടംപോലെ കഴിക്കുക, എപ്പോഴും പിള്ളേർ നിൽക്കാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ഓരോ പ്രവർത്തികൾ ചെയ്യണത് പ്രകൃതി കൊടുത്തേക്കണ ഒരു അനുഗ്രഹം അവർക്ക്. ഈ വ്യായാമം എന്നുള്ളൊരു കൃത്യത ഇത് കൊടുത്തേക്കണത് പിള്ളേർക്ക്. അങ്ങനെ ഒരു അത്യാവശ്യം നമ്മള് ഒരു 6 മണിക്കൂറെങ്കിലും മിനിമം ഉറങ്ങണം നിർബന്ധമായിട്ടും. അത് നേരത്തെ കിടന്നിട്ട് നേരത്തെ എണീക്കുന്ന ഒരു രീതി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഒരുപാട് അസുഖങ്ങൾക്ക് മാറ്റം വരും. തന്നെയല്ല ഈ വ്യായാമം രാവിലെ. എനിക്ക് പറയാനുള്ളത് അത് തന്നെയാ. എല്ലാ ദിവസവും രാവിലെ ഒരു 25 മിനിറ്റ് എങ്കിലും നമ്മൾ അത്യാവശ്യം എല്ലാ ജോയിൻസും അനങ്ങാൻ പാകത്തിന് ചെയ്യുക. ഈ പുറത്തേക്ക് നടക്കാൻ പോകണമെന്നൊന്നുമില്ല, നമ്മള് നിന്നുകൊണ്ട് തന്നെ നടക്കാം നമുക്ക് വീട്ടിൽ തന്നെ. അത് ജനലും വാതിലൊക്കെ തുറന്നിട്ടിട്ട് ശുദ്ധമായി ശ്വസിച്ചോണ്ട് അതൊരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ നടക്കുവാണെങ്കിൽ അത്രയും നല്ലൊരു വ്യായാമം. WHO എന്ന് പറഞ്ഞാൽ 150 മിനിറ്റ് ഒരാഴ്ചയിൽ വ്യായാമം ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ദിവസം ഒരു 5 ദിവസമെങ്കിലും 30 മിനിറ്റ് വെച്ച് വ്യായാമം ചെയ്യുക എന്നുള്ളതാണ്. 5 ദിവസം
എല്ലാ ദിവസവും വേണമെന്നില്ല, ഇടയ്ക്ക് ഒരു ദിവസം വേണ്ട, ഗ്യാപ്പ് എല്ലാ ദിവസവും വേണ്ട, ആഴ്ചയിൽ 3-4 ദിവസം ദിവസം ചെയ്താലും മതി. ഒരു 20 മിനിറ്റെങ്കിലും അത് ചെയ്ത് ഈ ഭക്ഷണം ഒന്ന് നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ഒരുവിധം രോഗങ്ങളൊക്കെ ഭക്ഷണം കഴിക്കുന്നതിന് കുഴപ്പമില്ല, അതിനനുസരിച്ച് അത് കത്തിച്ച് കളയുകയും ചെയ്യണം. കത്തിച്ച് കളയും. പക്ഷെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഭയങ്കര ഭക്ഷണമാണേ. ശരിക്കും പറഞ്ഞാൽ വിശക്കുമ്പോഴാണ് ഫുഡ് കഴിക്കേണ്ടത്. ഒരു കല്യാണത്തിന് പോയിട്ട് ഇന്നത്തെ ഒരു മനുഷ്യർ കഴിക്കുന്ന ഭക്ഷണം എന്ത് വ്യായാമം ചെയ്താലും അതിന്റെ അടിച്ചു കളയണത് അത്രമാത്രം പ്രശ്നങ്ങളാണ്. ഈ നമ്മുടെ വ്യായാമവും അതുപോലെ ഉറക്കവും ഈ നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം ടൈം ടേബിൾ ആക്കി എടുത്തില്ലെങ്കിൽ ഇനിയുള്ള ജീവിതം, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമുക്ക് ഒരു ഏജ് ലിമിറ്റ് ആണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതൊക്കെയാണ് സുഖം. വൈകുന്നേരങ്ങളിൽ ഇച്ചിരി നടക്കാം, അല്ലെങ്കിൽ രാവിലെ നടക്കാം, ഏതെങ്കിലും ഒരു നേരത്തിൽ നമ്മൾ വ്യായാമം ചെയ്തിരിക്കണം നിർബന്ധമായിട്ട്. അപ്പൊ അത്തരത്തിലേക്ക് തന്നെ ജീവിതം മാറ്റിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ എനിക്കതാ പറയാനുള്ളൂ, ജീവിതശൈലി രോഗങ്ങളിൽ നിന്നുള്ള മുക്തി നേടണമെങ്കിൽ അതൊരു വൈകുന്നേരം ഫുള്ളായിട്ട് വീട് അടച്ചിരിക്കുന്ന രീതിയിൽ നിന്ന് മാറ്റി അത്യാവശ്യം പുറത്തിറങ്ങി കുടുംബം ഒന്നിച്ച് നടക്കുക, അത് ശീലമാക്കി എടുക്കുക വ്യായാമവും. ചുമ്മാ മുറ്റത്താടെ ആയാലും നടക്കുക. ഓക്കെ, ശരി.